എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സിന്റെ ട്രയാങ്കിൾസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. അപ്പം ആരെങ്കിലും വീഡിയോ ലൈക്ക് ചെയ്യാതൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം ഈ വീഡിയോ മൊത്തമായിട്ട് ഇരുന്ന് കാണാൻ ശ്രമിക്കുക. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ആദ്യത്തെ ചോദ്യം നമുക്ക് നോക്കാം. The figure shows a triangle drawn in a rectangle. Calculate the angles of the triangle എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു റെക്റ്റാങ്കിളിന്റെ ഉള്ളിൽ നമ്മളൊരു ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്. അതിന്റെ എല്ലാ ആംഗിൾസും കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അതായത് ABCD എന്ന് പറയുന്ന ഒരു റെക്റ്റാങ്കിൾ ഉണ്ട്. അതിന്റെ ഉള്ളിൽ വരച്ചിരിക്കുന്ന ഒരു ട്രയാങ്കിൾ ആണ് BPC എന്ന് പറയുന്നത്. ഇതിന്റെ എല്ലാ ആംഗിൾസും കണ്ടുപിടിക്കാനാണ് പറയുന്നത്. നമുക്കറിയാം അല്ലേ, ആംഗിൾ ABC is equal to 90 ഡിഗ്രി എന്ന് നമുക്കറിയാം. കാരണം എന്താണ്, അതൊരു റെക്റ്റാങ്കിളിന്റെ ആംഗിൾ ആണ്. റെക്റ്റാങ്കിളിന്റെ ആംഗിൾസ് ഒക്കെ എന്താണ്, 90 ഡിഗ്രി ആണ്. അപ്പൊ നമുക്ക് അതില് ഈ 90 ഡിഗ്രിയില് ആംഗിൾ ABP എന്ന് പറയുന്നത് 30 ഡിഗ്രി തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈ ആംഗിൾ കണ്ടുപിടിച്ചൂടെ? ട്രയാങ്കിളിന്റെ ഈ ആംഗിൾ നമുക്ക് കണ്ടുപിടിക്കാം. കാരണം 90 മൈനസ് ഈ ആംഗിൾ ചെയ്താൽ മതി. അതായത് 90 മൈനസ് 30 ചെയ്താൽ മതി, നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ ആംഗിൾ BPC is equal to നമുക്ക് എന്ത് എഴുതാം? BPC is equal to എന്ത് എഴുതാം? 90 മൈനസ് 30 ഡിഗ്രി is equal to എത്ര കിട്ടും നമുക്ക്? 60 ഡിഗ്രി എന്ന് കിട്ടും. അപ്പൊ നമുക്ക് ഈ ആംഗിൾ എത്ര കിട്ടി? 60 ഡിഗ്രി എന്ന് കിട്ടി. ഈ ആംഗിൾ നമുക്ക് 60 ഡിഗ്രി എന്ന് കിട്ടി. അതേപോലെ ഈ ആംഗിളും കണ്ടുപിടിച്ചൂടെ? ആംഗിൾ BCD എത്രയാണ്? 90 ഡിഗ്രി ആണ്. ആംഗിൾ BCD is equal to എത്രയാണ്? 90 ഡിഗ്രി ആണ്. അതുകൊണ്ട് ഈ ആംഗിൾ എത്രയായിരിക്കും? ഈ ആംഗിൾ നമ്മൾ BPCD എന്ന് പറയുന്ന ആംഗിൾ 50 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. PCD എന്ന് പറയുന്ന ആംഗിൾ 50 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്കിതാ ഈ ആംഗിൾ കണ്ടുപിടിക്കാലോ. 90ൽ നിന്ന് 50 മൈനസ് ചെയ്താൽ മതി. അപ്പൊ ആംഗിൾ BCP is equal to എന്ത് എഴുതാം നമുക്ക്? 90 മൈനസ് 50. 90ൽ നിന്ന് 50 പോയാൽ എത്രയാണ്? 40 ഡിഗ്രി എന്ന് കിട്ടും. 40 ഡിഗ്രി എന്ന് കിട്ടും. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ട്രയാങ്കിളിന്റെ എല്ലാ ആംഗിളുകളും കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അതായത് രണ്ട് ആംഗിളുകൾ കിട്ടി. ഒരു ആംഗിൾ 60 ഡിഗ്രിയും ഒരു ആംഗിൾ 40 ഡിഗ്രിയും. അപ്പൊ നമുക്ക് ഈ ആംഗിൾ കണ്ടുപിടിക്കാലോ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ട്രയാങ്കിളിന്റെ എല്ലാ ആംഗിളുകളും കൂട്ടിയിട്ടുണ്ടെങ്കിൽ 180 കിട്ടണം. അപ്പൊ 180ൽ നിന്ന് ഈ 60 പ്ലസ് 40 ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ബാക്കിയുള്ള ആംഗിളുകൾ കിട്ടും. അപ്പൊ ആംഗിൾ BPC നമുക്ക് എങ്ങനെ എഴുതാം? BPC is equal to 180 മൈനസ് ഈ 60യും 40യും പ്ലസ് ചെയ്യണം. 60 പ്ലസ് 40 എത്ര കിട്ടും? 80 എന്ന് കിട്ടും അല്ലേ നമുക്ക് ഉത്തരം. അപ്പൊ നമുക്ക് ഈ ട്രയാങ്കിളിന്റെ എല്ലാ ആംഗിളുകളും കിട്ടിയിരിക്കുകയാണ്. സിക്സ്റ്റി 40 80. നമുക്ക് അടുത്തതായിട്ടൊരു ചോദ്യം നോക്കാം. Two parallel lines are cut by a transversal. Given that one of the angle measures 60 degree, calculate all other angles formed by the intersection. Provided a diagram for reference. അതായത് രണ്ട് പാരലൽ ലൈനുകളെ ഒരു ട്രാൻസ്വേഴ്സ് ലൈൻ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഉണ്ടാവുന്ന ഒരു സ്മോൾ ആംഗിൾ ആണ് 60 ഡിഗ്രി. ബാക്കി ആംഗിളുകൾ നമ്മളോട് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം രണ്ട് പാരലൽ ലൈനുകളെ
ഒരു ലൈൻ കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന കറസ്പോണ്ടിങ് ആംഗിൾസുകളാണ് ഈ 4 എണ്ണം. അപ്പം ഇത് 60 ഡിഗ്രി ആണെങ്കിൽ നമുക്ക് ഇത് 60 ഡിഗ്രി എന്ന് എഴുതാലോ. കാരണം എന്താ, അത് ഓപ്പോസിറ്റ് ആംഗിളുകൾ ഈക്വൽ ആയിരിക്കും അല്ലെ. അതേപോലെ ഈ 60 ഡിഗ്രിക്ക് ഈക്വൽ ആയിരിക്കുമല്ലോ ഇവിടെ ഉണ്ടായിരിക്കണ ഈ ആംഗിള്. ബിക്കോസ് ഇതെന്താണ്, കറസ്പോണ്ടിങ് ആംഗിളുകളാണല്ലേ. ഇത് 60 ആണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ആംഗിളും എന്തായിരിക്കും, 60 ഡിഗ്രി ആയിരിക്കും. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ വലിയ ആംഗിളുകൾ ഏതാണെന്നാണ്. നമുക്കറിയാം ഒരു ലൈനിലുള്ള ആംഗിളുകളുടെ സം എപ്പോഴും എത്രയായിരിക്കും, 180 ആയിരിക്കും. അപ്പം ഈ 180യിൽ ഈ ആംഗിൾ തന്നിട്ടുണ്ട്, ഇനി ഈ ആംഗിൾ കണ്ടുപിടിക്കാനേ ഉള്ളൂ. അപ്പം 180 മൈനസ് 60 ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് വേണ്ട ഉത്തരം കിട്ടും. 180 മൈനസ് 60 ചെയ്താൽ നമുക്ക് എത്ര കിട്ടുക, 120 ആണല്ലേ കിട്ടുക. 180 മൈനസ് 60 ഈസ് ഈക്വൽ ടു നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ആംഗിൾ കിട്ടും. അതെന്ത് കിട്ടും, 120 എന്ന് കിട്ടും. ഇത് 120 ആണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ നമുക്ക് എഴുതാലോ. ഇത് 120 ആണെങ്കിൽ ഇതും 120 ആയിരിക്കും. അപ്പം നമുക്ക് മുകളിലുള്ള എല്ലാ ആംഗിളുകളും കിട്ടി. അതിന് കറസ്പോണ്ടിങ് ആയിരിക്കുമല്ലോ താഴെയുള്ള ഈ ആംഗിളുകൾ. അപ്പൊ ഇത് 120 ആണെങ്കിൽ ഇവിടെയുള്ള ഈ വലിയ ആംഗിളും എന്തായിരിക്കും, 120 ആയിരിക്കും. അതിന്റെ ഓപ്പോസിറ്റ് ആംഗിളും നമുക്ക് എന്ത് ചെയ്യാം, കണ്ണും പൂട്ടി 120 എന്ന് എഴുതാം. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യന്റെ എല്ലാ ആംഗിളുകളും നമ്മൾ കണ്ടുപിടിച്ചിരിക്കുകയാണ്. തന്നത് വലിയ ആംഗിൾ ആണോ ചെറിയ ആംഗിൾ ആണോ നോക്കണേ. അപ്പൊ ഇവിടെ 60 ചെറിയ ആംഗിൾ ആയതുകൊണ്ടാണ് നമുക്ക് ഇത് 60 എന്ന് എഴുതാൻ പറ്റിയിരിക്കുന്നത്. അപ്പം നിങ്ങൾ നോക്കി വലിയ ആംഗിൾ ഏതാണ് ചെറിയ ആംഗിൾ ഏതാണെന്ന് നോക്കിയിട്ട് വേണം എഴുതാൻ.